എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മൂന്നാം സെമസ്റ്ററിലെ പേപ്പർ 303 മലയാള ഭാഷാധ്യാപനം സമീപനവും രീതിയും എന്ന ഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് മലയാള ഭാഷയുടെ സവിശേഷതകൾ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഗ്രാമർ പാർട്ടുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നത്. നമുക്കൊന്ന് ഓരോരോ ഭാഗങ്ങളായിട്ട് നോക്കി ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മുഴുവൻ കാര്യങ്ങളും നോക്കാം. 2 സെമസ്റ്ററുകൾ വിജയകരമായി പൂർത്തീകരിച്ച് നമ്മൾ മൂന്നാം സെമസ്റ്ററിലേക്ക് കടക്കുകയാണ്. ഭാഷയിലെ വിവിധ സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ, അവ കേരളീയ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം എന്നിവ കഴിഞ്ഞ 2 സെമസ്റ്ററുകളിൽ ഭാഷാ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്തു. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ 2 സെമസ്റ്ററുകളിലായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ദൈനംദിന ആസൂത്രണത്തിന്റെ ചില മാതൃകകൾ തയ്യാറാക്കൽ, ചില പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ പരീക്ഷിച്ചു നോക്കൽ തുടങ്ങിയവയും ഇക്കാലത്ത് നടന്നിട്ടുണ്ട്. ഒന്നാം സെമസ്റ്ററിൽ 5 ദിവസവും LP ക്ലാസ്സുകളിലും 2ാം സെമസ്റ്ററിൽ 5 ദിവസം UP ക്ലാസ്സുകളിലും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. 3ാം സെമസ്റ്ററിൽ പ്രധാനമായും നടക്കേണ്ടത് 45 ദിവസത്തെ LP ക്ലാസ്സുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാലയാനുഭവ പരിപാടിയാണ്. അപ്പോൾ 3ാം സെമസ്റ്ററിൽ പ്രധാനമായിട്ടും നടക്കേണ്ടത് 45 ദിവസത്തെ LP ക്ലാസ്സുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാലയാനുഭവ പരിപാടിയാണ്. ഇത് ഫലപ്രദമായി പൂർത്തിയാക്കണമെങ്കിൽ വളരെയധികം ആസൂത്രണം നമ്മൾ നടത്തേണ്ടതുണ്ട്. പാഠഭാഗങ്ങളുടെ വിശകലനം, ദൈനംദിന ആസൂത്രണങ്ങൾ തയ്യാറാക്കൽ, ആവശ്യമായ പഠനോപകരണങ്ങൾ നിർമ്മിക്കൽ തുടങ്ങിയവ ഇതിനോടനുബന്ധിച്ച് നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അധ്യാപക വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ക്ലാസുകൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ സഹായകമായ പ്രവർത്തനങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് LP വിഭാഗത്തിന് ഊന്നൽ നൽകുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. 10ാം തരത്തിൽ എത്തിയിട്ടും കുറച്ചു കുട്ടികൾക്ക് തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും കഴിയുന്നില്ല. പ്രൈമറി തലത്തിലെ അധ്യാപകർ കുട്ടികൾക്ക് തെറ്റ് തിരുത്തി കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രൈമറി തലത്തിലെ കുട്ടികൾക്കുണ്ടാകുന്ന അക്ഷരത്തെറ്റുകൾ അപ്പോൾ തന്നെ തിരുത്തി കൊടുക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്നാലേ ഹൈസ്കൂൾ തലത്തിൽ ലക്ഷ്യമിടുന്ന ബോധന ഉദ്ദേശങ്ങൾ കൈവരിക്കാനുള്ള ശേഷി കുട്ടികൾക്കുണ്ടാവുകയുള്ളൂ എന്ന് ഒരു സന്ദർഭം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് ആണ് ആദ്യത്തെ ചോദ്യം. പിന്നെ കുട്ടികൾക്ക് അക്ഷരത്തെറ്റ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈമറി ക്ലാസ്സുകളിലെ ഭാഷാ പഠനം എങ്ങനെയായിരിക്കണം, 1-2 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് പുസ്തകങ്ങൾ, ടീച്ചർ ടെക്സ്റ്റ് എന്നിവ വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സെമസ്റ്ററിൽ ചർച്ച ചെയ്ത ആശയങ്ങളും കൂടി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചർച്ചയ്ക്ക് സഹായകമാവാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആ ഭാഗത്തൊന്ന് നോക്കാം. ഭാഷാ പഠന സമീപനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഭാഷയുടെ പ്രധാന ധർമ്മം ആശയവിനിമയമാണ്. നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഭാഷ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലുള്ള ആശയങ്ങൾ നിർഭയമായി മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശേഷി കുട്ടികൾ നേടിയിരിക്കണം. വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടിയുടെ മനസ്സിലുള്ള ആശയങ്ങൾ എന്ത് ചെയ്യണം, നിർഭയമായിട്ട് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശേഷി കുട്ടികൾ നേടിയിരിക്കണം. ആശയം വിനിമയം ചെയ്യണമെങ്കിൽ ആശയം സ്വാംശീകരിക്കണം. അപ്പൊ കുട്ടിക്ക് ആശയം വിനിമയം ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം, കുട്ടി ആശയം സ്വാംശീകരിക്കണം. അതായത് ഫലപ്രദമായ ആശയവിനിമയത്തിന് 2 ഘട്ടമുണ്ട്. അപ്പോ ഈ ഒരു ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയത്തിന് എന്തുണ്ട്, 2 ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് ആശയ സ്വീകരണവും രണ്ടാമത്തത് ആശയ വിനിമയവുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ശ്രവണം, വായന എന്നിവയാണ് ആശയഗ്രഹണത്തിന്റെ മാർഗങ്ങൾ. അപ്പോ നമുക്ക് ആശയഗ്രഹണത്തിന് പ്രധാനമായിട്ടുമുള്ള 2 മാർഗങ്ങളാണ് ശ്രവണം, വായന എന്നിവ. ആശയപ്രകടനത്തിന് നിരവധി മാർഗങ്ങളുണ്ട്. നമ്മുടെ ആശയപ്രകടനത്തിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഭാഷണം, ലേഖനം, ചിത്രരചന,
അഭിനയമൊക്കെ തന്നെ എന്താണ് നമ്മുടെ ആശയപ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 1-ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് ശ്രവണത്തിനും ഭാഷണത്തിനുമുള്ള നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടി എത്തുമ്പോൾ തന്നെ ആ കുട്ടിക്ക് എന്തുണ്ടാവും, ഒരുപാട് ശ്രവണത്തിനും ഭാഷണത്തിനുമുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. എന്നാൽ കുട്ടി ജീവിക്കുന്ന കുടുംബം, പരിസരം എന്നിവയ്ക്കനുസരിച്ച് അവയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. കുട്ടി ജീവിക്കുന്ന കുടുംബം അല്ലെങ്കിൽ കുട്ടി ജീവിക്കുന്ന പരിസരം എന്നിവയ്ക്കനുസരിച്ച് ഈ കുട്ടിക്കുണ്ടാവുന്ന ശ്രവണ ഭാഷണ അവസരങ്ങൾക്ക് കുറവും കൂടുതലും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബോധപൂർവമായി ശ്രവണത്തിനും ഭാഷണത്തിനുമുള്ള നിരവധി സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരുക്കണം. കുട്ടിക്ക് ഒരുപാട് ശ്രവണത്തിനും ഭാഷണത്തിനുമുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒരുക്കണം. മറ്റു ചില മാർഗങ്ങൾ ഉണ്ടെങ്കിലും ആശയപ്രകടനത്തിന് ലേഖനം നിർബന്ധമാണ്. അപ്പൊ ആശയപ്രകടനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ലേഖനം, അതായത് നമ്മുടെ എഴുത്ത്. അതിനാൽ ലേഖനത്തിന് പ്രാധാന്യം നൽകുന്ന സന്ദർഭങ്ങളും എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നമ്മൾ നൽകണം. ചുരുക്കത്തിൽ ഔപചാരികവും അനൗപചാരികവുമായ വിവിധ മാർഗങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഫലപ്രദമായ ആശയവിനിമയ ശേഷി വളർത്തുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ചുരുക്കത്തില് ഔപചാരികമായിട്ടുള്ളതും അനൗപചാരികമായിട്ടുള്ളതുമായിട്ടുള്ള വിവിധ മാർഗങ്ങൾ സംയോജിച്ചുകൊണ്ട് ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയ ശേഷി വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ആശയാവതരണ രീതി, ഗ്രാഫിക് വായന, ഗ്രാഫിക് എഴുത്ത്, അക്ഷരങ്ങൾ, പദങ്ങൾ എന്നിവയുടെ ചാക്രികാരോഹണം, തീമാറ്റിക് സമീപനം ഇവ സംബന്ധിച്ച് 2-ാം സെമസ്റ്ററിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ വായിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ചർച്ചയുടെയും വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിൽ 1-2 ക്ലാസ്സുകളിലെ ഭാഷാ സമീപനത്തെ കുറിച്ചൊരു കുറിപ്പ് കൂടി അവിടെ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഉദ്ഗ്രഥിത സമീപനത്തെ കുറിച്ചാണ്. കുട്ടി ലോകത്തെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. വെള്ളം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് 1-ാം തരത്തിലെത്തുന്ന കുട്ടി നേടിയിട്ടുള്ള ആശയങ്ങൾ എന്തെല്ലാമായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. വെള്ളത്തിന് നിരവധി ഉപയോഗങ്ങളുണ്ട്. കുടിക്കാനുള്ള വെള്ളം കിണർ, പൈപ്പുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. എല്ലാ സ്രോതസ്സുകളിലെയും വെള്ളം കുടിക്കാൻ കഴിയില്ല. വെള്ളം കൂടുതൽ കുറവ്. വെള്ളം പ്രമേയമായി വരുന്ന നിരവധി പാട്ടുകളും കഥകളുമുണ്ട്. കുട്ടിയുടെ ഈ ധാരണകൾ എന്തെല്ലാം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നോക്കിയാൽ എല്ലാ വിഷയങ്ങളുമായിട്ടും ബന്ധപ്പെട്ടതായിരിക്കും എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഗണിതം വരും, മലയാളം വരും, ശാസ്ത്രം വരും. അപ്പൊ നമുക്ക് അവിടെ പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. മലയാളം, ഗണിതം, ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ധാരണകൾ കുട്ടികൾ വിഷയപരമല്ലാതെ തന്നെ മനസ്സിലാക്കിയെടുത്തു. അപ്പൊ ഇതൊക്കെ ഓരോ വിഷയത്തിന്റെ ഭാഗങ്ങളിലാണ് വരിക എന്ന് മനസ്സിലാക്കാതെ തന്നെ കുട്ടി എന്ത് ചെയ്തു, കുട്ടി ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. കുട്ടി അനുഭവങ്ങളും ആശയങ്ങളും നേടുന്നത് ഇത്തരത്തിലാണെങ്കിൽ കുട്ടികൾക്ക് പഠനാനുഭവങ്ങൾ നൽകേണ്ടതും ഈ രീതിയിൽ തന്നെ ആയിരിക്കണമല്ലോ. അപ്പൊ കുട്ടി മനസ്സിലാക്കുമ്പോൾ ഈ ഭാഗം സാമൂഹ്യശാസ്ത്രത്തിലാണ്, ഈ ഭാഗം മലയാളത്തിലാണ് എന്ന രീതിയിലല്ല മനസ്സിലാക്കുക. അപ്പൊ ചെറുപ്പകാലത്ത് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തില് കുട്ടി നീ സോഷ്യൽ സയൻസിൽ ഇത് പഠിക്കണം, മാത്സിൽ ഇത് പഠിക്കണം എന്ന രീതിയിലല്ലാണ്ട് എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു ഭാഗത്തിലൂടെ കുട്ടിയെ പഠിപ്പിക്കണം. ഇതിനായി വിവിധ വിഷയങ്ങളിലെ അനുഭവങ്ങൾ സമഗ്രമായി കുട്ടികൾക്ക് നൽകുന്ന സമീപനമാണ് ഉദ്ഗ്രഥിത സമീപനം. അപ്പൊ ഉദ്ഗ്രഥിത സമീപനം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. വിവിധ വിഷയങ്ങളിലെ അനുഭവങ്ങൾ കുട്ടികൾക്ക് സമഗ്രമായി നൽകുന്ന ഒരു സമീപനമാണ് ഏത് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയുന്നത്. നിലവിൽ 1-2 ക്ലാസ്സുകളിലാണ് ഉദ്ഗ്രഥിത രീതി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 1-ലും 2-ലും എന്താണ്, നിലവിൽ ഉദ്ഗ്രഥിത രീതിയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഭാഷ, ഗണിതം, പരിസര പഠനം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ കുട്ടിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആശയത്തെ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന രീതിയാണിത്. അപ്പോ നമ്മുടെ ഭാഷ, ഗണിതം, പരിസര പഠനം എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട്
അറിവുകള് കുട്ടിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉദ്ഗ്രഥിത രീതിയിൽ അവതരിപ്പിക്കുക. വെള്ളവുമായി ബന്ധപ്പെട്ട ധാരണകൾ മുകളിൽ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പരിഗണിക്കാവുന്ന മറ്റ് ആശയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ആശയങ്ങൾ ജീവികള്, വീട്, കൃഷി, കളി തുടങ്ങിയവയൊക്കെയാണ്. കണ്ടെത്തിയ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാവുന്ന വിവിധ വിഷയ സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1-2 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ വിശകലനം ചെയ്ത് അവയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളും അതിലൂടെ നേടിയെടുക്കേണ്ട ധാരണകളും കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഉദ്ഗ്രഥന രീതിയുടെ മേന്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. തീമുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കൂടുതൽ ആഴത്തിൽ ലഭിക്കുന്നു. ഈ ഒരു ഉദ്ഗ്രഥന രീതിയിലൂടെ ഈ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ കുട്ടിക്ക് ലഭിക്കുന്നു. ഇതിലൂടെ സമയലാഭം ഉണ്ടാവുന്നു. അതേപോലെ അറിവ് അതിന്റെ സ്വാഭാവിക രീതിയിൽ തന്നെ കുട്ടിക്ക് ലഭിക്കുന്നു തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള പഠിപ്പിക്കലിലൂടെ നമുക്ക് കുട്ടിയിലേക്ക് ഉള്ള ഗുണങ്ങളായിട്ട് പരിഗണിക്കാൻ വേണ്ടി കഴിയും. കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ നടന്ന ചർച്ചകളുടെയും വായനകളുടെയും അടിസ്ഥാനത്തിൽ ഉദ്ഗ്രഥിത സമീപനത്തിന്റെ പ്രാധാന്യം പ്രൈമറി ക്ലാസ്സുകളിൽ എന്ന വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. DLEDന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വ്യാകരണം പഠിക്കണം, അതിലൂടെ മാത്രമേ ഭാഷ പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ ഭാഷ പഠിക്കുന്നതിൽ പ്രാഥമികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വ്യാകരണം കൂടി പഠിക്കണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഒരു കാര്യമായിട്ട് പറഞ്ഞതാണ്. ഈ അഭിപ്രായത്തോടുള്ള പ്രതികരണം ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. യോജിക്കുന്നവർ എത്ര പേരാണ്, എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. യോജിക്കാത്തവരുണ്ടോ, എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാതൃഭാഷ പഠിച്ചത് വ്യാകരണം പഠിച്ചിട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വ്യാകരണം ഏറെ പഠിച്ചിട്ടും മാതൃഭാഷയല്ലാത്ത മറ്റു ഭാഷകളിൽ ആത്മവിശ്വാസം ലഭിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾ ഭാഷ പെട്ടെന്ന് തന്നെ പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 വയസ്സായ ഒരു കുട്ടി പറയാൻ സാധ്യതയുള്ള വാക്യങ്ങൾ ഏതൊക്കെയൊക്കെ ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ സ്കൂളിൽ വരും. ഈ വാക്യം പറയുന്ന കുട്ടി വ്യാകരണപരമായിട്ടുള്ള തിരിച്ചറിവുകൾ എന്തെല്ലാം എന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായത് എങ്ങനെയാണ് എങ്കിൽ വ്യാകരണം സംബന്ധിച്ച് നമ്മുടെ നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ളതും കൂടെ അവിടെ ഒരു ചോദ്യമായിട്ട് പറഞ്ഞ് അവസാനിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ക്ലാസ്സിൽ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം. ആ ഒരു ചർച്ചയിലൂടെ ഉരുതിരിഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഗദ്യഭാഗം കൂടി വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. വ്യാകരണ പഠനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു വ്യാകരണ പഠനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. വ്യാകരണം നേരിട്ട് പഠിപ്പിക്കണമെന്നും അത്തരം പഠനമാണ് ഭാഷാ വികാസത്തെ സഹായിക്കുന്നതെന്നും ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ 3 വയസ്സായ കുട്ടി വ്യാകരണത്തെറ്റില്ലാതെ ഭാഷ പ്രയോഗിക്കും. കുട്ടിയെ വ്യാകരണം പഠിപ്പിച്ചത് ആരാണ്? വാക്യങ്ങളിലെ വ്യാകരണം സ്വയം തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കുകയും ഭാഷാപരമായ തെറ്റുകൾ സ്വയം കണ്ടെത്താൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള പ്രായോഗിക വ്യാകരണമാണ് നല്ലത് എന്ന് ശക്തമായിട്ടുള്ള മറ്റൊരു വാദം കൂടിയുണ്ട്. വ്യാകരണം പഠിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. ഭാഷാപ്രയോഗം ഏറ്റവും മികച്ചതാക്കുന്നതിനാണ് നമ്മൾ വ്യാകരണം പഠിക്കുന്നത്. ചെറിയ അക്ഷരത്തെറ്റുകൾ പോലും അർത്ഥപരമായി വലിയ മാറ്റമുണ്ടാക്കും, ആശയപരമായ മാറ്റമുണ്ടാക്കും. പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, പദങ്ങൾ പിരിച്ചെഴുതുമ്പോൾ, ഘടകപദങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുമ്പോൾ തുടങ്ങി ഭാഷാപ്രയോഗത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കൃത്യതയും സൂക്ഷ്മതയും ആശയത്തികവും വരുത്താൻ വ്യാകരണം സംബന്ധിച്ച കാര്യങ്ങൾ കുട്ടികൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതും കൂടെ അവിടെ തിരിച്ചറിയാം. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഗോകുൽ പന്ത് കളിച്ചു, രാധ മഞ്ഞ വസ്ത്രം ധരിച്ചു, സോമൻ വേഗത്തിലോടി. മുകളിൽ തന്നിരിക്കുന്ന വാക്യങ്ങളിൽ പ്രവൃത്തി ചെയ്യുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോകുലും രാധയും സോമനുമാണ്.
ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തികളാണ് പന്ത് കളിക്കുക, മഞ്ഞവസ്ത്രം ധരിക്കുക, വേഗത്തിലോടുക. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആരെല്ലാം എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. പന്ത്, മഞ്ഞവസ്ത്രം, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളാണ്. കണ്ടെത്തിയ ആശയങ്ങൾക്കൊപ്പം താഴെ തന്നിരിക്കുന്ന സൂചനകൾ കൂടി വായിക്കുക. പ്രവൃത്തി ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന പദമാണ് കർത്താവ്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രവൃത്തി ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന പദമാണ് ഏത്? കർത്താവ്. പ്രവൃത്തി ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന പദമാണ് കർത്താവ്. ചെയ്യുന്ന പ്രവൃത്തി അഥവാ ജോലി എന്താണോ അതിനെ ക്രിയ എന്ന് പറയുന്നു. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ആ ജോലി എന്താണോ അതിനെ നമ്മൾ ക്രിയ എന്നാണ് പറയാ. പ്രവൃത്തി ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന പദം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് എന്ന് പറയണം. ചെയ്യുന്ന പ്രവൃത്തി അഥവാ ജോലി എന്താണോ അതിനെ നമ്മൾ എന്താ പറയാ? ക്രിയ എന്നാണ് പറയാ എന്നുള്ളതും കൂടി അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണോ അഥവാ എന്താണോ ആ പദമാണ് കർമ്മം. കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണോ അഥവാ എന്താണോ ആ പദം കർമ്മമാണ് എന്നുള്ളതും കൂടെ അവിടെ മനസ്സിലാക്കി വെക്കുക. കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണോ അഥവാ എന്താണോ ആ പദം ക്രിയ, കർമ്മം എന്നാണ് പറയുക എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഒരു നാമത്തെയോ ക്രിയയെയോ വിശേഷിപ്പിക്കുന്ന പദമാണ് വിശേഷണം. ഒരു നാമത്തെയോ ക്രിയയെയോ വിശേഷിപ്പിക്കുന്ന പദമാണ് വിശേഷണം. ഒരു നാമത്തെയോ ക്രിയയെയോ വിശേഷിപ്പിക്കുന്ന പദമാണ് വിശേഷണം. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുകളിൽ നൽകിയിരിക്കുന്ന വാക്യങ്ങളിലെ കർത്താവ്, കർമ്മം, ക്രിയ, വിശേഷണം എന്നിവ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കണ്ടെത്തലുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ അവതരിപ്പിക്കണം. 4ാം ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ഗദ്യഭാഗത്തിലെ ഒരു ഖണ്ഡിക പരിശോധിച്ച് അവയിലെ വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കർത്താവ്, കർമ്മം, ക്രിയ, വിശേഷണം എന്നിവ കണ്ടെത്തി പട്ടികപ്പെടുത്തുക, പൊതുവായി അവതരിപ്പിച്ച് മെച്ചപ്പെടുത്തുക. ഇനി അടുത്ത ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് പ്രധാനമായിട്ടും ഗ്രാമർ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ആ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ ട്രെയിനിങ് സെന്ററിൽ ആ ടീച്ചറോട് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സന്ധി. സന്ധി എന്ന പദത്തിന് ചേർച്ച എന്നർത്ഥം. സന്ധി എന്ന പദത്തിന് എന്താ പറയാ? ചേർച്ച എന്നതാണ് സന്ധി എന്ന പദത്തിന് അർത്ഥം. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്ക് പലതരത്തിൽ മാറ്റം വരുന്നു. നമുക്ക് ഒരുപാട് അക്ഷരങ്ങളുണ്ട്, അതേപോലെ മലയാളത്തിൽ വർണ്ണങ്ങളുണ്ട്. ഇത് തമ്മിൽ ചേരുമ്പോൾ എന്ത് ചെയ്യും? അവയ്ക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണത്. ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സന്ധി. അപ്പോ അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഏത്? നമ്മുടെ ഈ ഒരു സന്ധി പ്രകരണം എന്ന് പറയുന്നത്. സന്ധികൾ പ്രധാനമായിട്ടും 4 തരത്തിലാണുള്ളത്. സന്ധികൾ പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. ലോപസന്ധി, ആഗമസന്ധി, വ്യുത്തസന്ധി, ആദേശസന്ധി എന്നിവയാണ് അവ. നോക്കിയേ, അപ്പോ എന്താണ് പറയുന്നത്? വർണ്ണങ്ങളോ അക്ഷരങ്ങളോ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം മാറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഏത്? ഈ ഒരു സന്ധി പ്രകരണം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള 4 തരം സന്ധികളുണ്ട്. ഒന്ന് ലോപസന്ധി, രണ്ടാമത്തത് ആഗമസന്ധി, മൂന്നാമത്തത് ദ്വിത്വസന്ധി, നാലാമത്തത് ആദേശസന്ധി. അതിൽ ഒന്നാമത്തത് നമുക്ക് നോക്കാം, ലോപസന്ധി. ലോപിക്കുക എന്നാൽ ഇല്ലാതാകുക എന്നാണ് അർത്ഥം. ലോപിക്കുക എന്നാൽ എന്താണ്? ഇല്ലാതാവുക എന്നതാണ് ലോപിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതാകുന്നതാണ് ലോപസന്ധി. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതാകുന്നതാണ് ലോപസന്ധി. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോപസന്ധി എന്ന് പറയാ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഉദാഹരണമാണ് കാറ്റ് പ്ലസ് ഇല്ല, കാറ്റില്ലാതാവുന്നു, അത് ലോപസന്ധിയാണ്.
തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പുണ്ട് എന്നാവുന്നു, അത് ലോപസന്ധിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി രണ്ടാമതായിട്ടുള്ളത് ആഗമസന്ധിയാണ്. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കൂടുതലായി വരുന്നതാണ് ആഗമസന്ധി. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കൂടുതലായി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആഗമസന്ധി എന്ന് പറയാം. ഉദാഹരണമായിട്ട് മറ പ്ലസ് ഇല്ല മറയില്ല, തിരു പ്ലസ് ഓണം തിരുവോണം, മല പ്ലസ് ആളം മലയാളം. ഇങ്ങനെ അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കൂടുതലായി വരുന്നതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയാം. അടുത്തതായിട്ടുള്ളത് ദ്വിത്വസന്ധിയാണ്. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ദ്വിത്വസന്ധി എന്ന് പറയാം. മഴ പ്ലസ് കാലം മഴക്കാലം, കിളി പ്ലസ് കൂട് കിളിക്കൂട്, പൂ പ്ലസ് തട്ടം പൂത്തട്ടം എന്നൊക്കെയുള്ളത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് ആദേശസന്ധിയാണ്. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തെ മാറ്റി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. ആദേശം ചെയ്യുക. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തെ മാറ്റി മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയാം. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തെ മാറ്റി മറ്റൊരു വർണ്ണം വരുന്നത് ആദേശസന്ധി. വിൺതലം വിണ്ഠലം, വലഞ്ഞ് പ്ലസ് ടു വലഞ്ഞു, എൺ പ്ലസ് 100 800. വിശദമായ പഠനത്തിന് കേരള പാണീനിയം എന്ന പുസ്തകം നോക്കാൻ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദേശസന്ധി ഒന്നുകൂടെ പറയാം. അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തെ മാറ്റി മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇതിന്റെ വിശദാംശങ്ങൾ കേരള പാണീനിയം എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങളും വിശദമായ പഠനത്തിനും വേണ്ടി ആ ഒരു പുസ്തകം ഉപകരിക്കും എന്നുള്ളത് കൂടെ അവിടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി ശബ്ദ വിഭാഗത്തെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒരർത്ഥത്തെ കുറിക്കുന്നതിനായി വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന അക്ഷരക്കൂട്ടത്തിന് ശബ്ദം എന്നു പേര് പറയുന്നു. അപ്പൊ നമ്മളെ ഒരു അർത്ഥത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന അക്ഷരക്കൂട്ടത്തിനെയാണ് ശബ്ദം എന്ന് പറയുന്നത്. ഒരു അർത്ഥത്തെ കുറിക്കുന്നതിനായി വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന അക്ഷരക്കൂട്ടത്തെ നമ്മൾ ശബ്ദം എന്ന് പറയുന്നു. മല എന്നുള്ളത് മ് പ്ലസ് ആ പ്ലസ് ല് പ്ലസ് ആയാണ്. പാറ എന്നുള്ളത് പ് പ്ലസ് ആ പ്ലസ് റ് പ്ലസ് ആയാണ്. പ്രയോഗസജ്ജമായ ശബ്ദത്തെയാണ് നമ്മൾ പദം എന്ന് പറയാം. ഒരു ഉപയോഗിക്കാൻ പറ്റിയ ശബ്ദത്തെ നമ്മൾ എന്ത് പറയും? പദം എന്ന് പറയും എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പ്രയോഗസജ്ജമായ ശബ്ദത്തിന് നമ്മൾ പദം എന്ന് പറയുന്നു. ഈ മഴ, നാരങ്ങ, പുഴ, മരം എന്നിവയൊക്കെ ഒരു ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്കിൽ ചേ എന്നൊക്കെ ഉള്ളത് വേറെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ തന്നിരിക്കുന്ന രണ്ടു കൂട്ടം ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ, എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ സ്വതന്ത്രമായ ഒരർത്ഥം ലഭിക്കുന്ന ശബ്ദങ്ങളെ വാചകമെന്നും, സ്വന്തമായി അർത്ഥം ലഭിക്കാത്ത എന്നാൽ മറ്റുള്ള പദങ്ങൾക്കൊപ്പം പ്രയോഗിക്കുമ്പോൾ അർത്ഥവിശേഷം പ്രകടമാകുന്ന ശബ്ദങ്ങളെ ദ്യോതകം എന്നും പറയുന്നു. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ സ്വതന്ത്രമായ അർത്ഥം ലഭിക്കുന്ന ശബ്ദങ്ങളെ നമ്മൾ വാചകം എന്ന് പറയും. കേൾക്കുമ്പോൾ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരർത്ഥം ലഭിക്കുന്ന ശബ്ദങ്ങളെ നമ്മൾ വാചകം എന്ന് പറയും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. കേൾക്കുമ്പോൾ തന്നെ സ്വതന്ത്രമായ ഒരർത്ഥം ലഭിക്കുന്ന ശബ്ദങ്ങളെ നമ്മൾ വാചകം എന്ന് പറയും. അതേപോലെ അർത്ഥം ലഭിക്കാത്ത എന്നാൽ മറ്റുള്ള പദങ്ങൾക്കൊപ്പം പ്രയോഗിക്കുമ്പോൾ അർത്ഥവിശേഷം പ്രകടമാക്കുന്ന ശബ്ദങ്ങളെ ദ്യോതകം എന്നും പറയും. അർത്ഥം ലഭിക്കാത്ത എന്നാൽ മറ്റുള്ള പദങ്ങൾക്കൊപ്പം പ്രയോഗിക്കുമ്പോൾ അർത്ഥവിശേഷം പ്രകടമാകുന്ന ശബ്ദങ്ങളെ ദ്യോതകം എന്നും നമ്മൾ പറയാറുണ്ട്. മുകളിൽ തന്നിരിക്കുന്നവയിൽ നിന്ന് വാചകം, ദ്യോതകം എന്നിവ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
അതിനുശേഷം ഇവിടെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. എണ്ണ, വെണ്ണം, പഴം, ഞാൻ, പുസ്തകം, വാഹനം, പിന്നെ വരുന്നു, പോകുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, തരും, വെളുത്ത, ഭംഗിയുള്ള, സുന്ദരൻ. ഇതിൽ മുകളിൽ തന്നിട്ടുള്ള പദക്കൂട്ടങ്ങളുടെ പ്രത്യേകത കണ്ടെത്താൻ കൂടി അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടെ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന വാചകത്തിന് നാമമെന്നും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാചകത്തിന് കൃതി എന്നും ഗുണത്തെ സൂചിപ്പിക്കുന്ന വാചകം ഭേദകമെന്നും പറയുന്നു. ഇത് കുറെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ചെറിയ രീതിയിൽ ഡൗട്ട്സുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ നമുക്ക് അതിനൊരു പ്രതിവിധിയായിട്ട് പറയാൻ വേണ്ടിയിട്ട് കഴിയൂ. കൃത്യമായിട്ട് നോക്കുക. ഒരു വസ്തുവിനെയോ സ്ഥലത്തിനെയോ പേരിനെയോ കുറിക്കുന്ന വാചകത്തിന് നമ്മൾ നാമം എന്ന് പറയും. ഒരു വസ്തുവിനെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന വാചകത്തിന് നാമം എന്നും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാചകത്തിന് കൃതി എന്ന് പറയും. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാചകത്തിന് നമ്മൾ കൃതി എന്ന് പറയും. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാചകത്തിന് കൃതി എന്ന് പറയും. ഗുണത്തെ സൂചിപ്പിക്കുന്ന വാചകത്തിന് നമ്മൾ ഭേദകം എന്നാണ് പറയാ. ഗുണത്തെ സൂചിപ്പിക്കുന്ന വാചകം ഭേദകം എന്ന് പറയും. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുകളിൽ നൽകിയിട്ടുള്ള പദക്കൂട്ടങ്ങളെ നാമം, കൃതി, ഭേദകം എന്നിങ്ങനെ തരംതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദ്യോതകങ്ങളെ നിപാതം, അവ്യയം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. അപ്പൊ ദ്യോതകങ്ങളെ എങ്ങനെയാ തിരിച്ചിട്ടുള്ളത്? നിപാതം, അവ്യയം എന്നിങ്ങനെയാണ് ദ്യോതകങ്ങളെ തിരിച്ചിട്ടുള്ളത്. ദ്യോതകങ്ങളെ രണ്ട് തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിപാതവും അവ്യയവുമാണ് എന്നുള്ളത് തിരിച്ചറിയാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നാമം എന്നുള്ളത്. നാമങ്ങളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം തുടങ്ങിയവ സൂചിപ്പിക്കുന്നത് എന്തിനെയെല്ലാം? കേരള പാണിനീയമോ മറ്റ് വ്യാകരണ ഗ്രന്ഥങ്ങളോ വായിച്ച് മലയാളത്തിലെ നാമവിഭാഗങ്ങൾ എന്ന കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണ സഹിതം ചാർട്ടുകളോ അവതരണങ്ങളോ ഡിജിറ്റൽ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ അവതരണത്തിനു വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്ന ആശയങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൊമ്പനാന, പിടിയാന, ആൺകുട്ടി, പെൺകുട്ടി, പൂവൻകോഴി, പിടക്കോഴി, അച്ഛനമ്മ, മടിയൻ, മടിച്ചി. ഈ പദജോഡികളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു നാമപദങ്ങളില് ആൺപെൺ വ്യത്യാസം കുറിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ്? ആൺപെൺ വ്യത്യാസമില്ലാത്ത നാമങ്ങളുണ്ടോ? അവ പരിഗണിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന പദജോഡികളുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടി, ആൺകുട്ടികൾ, മിടുക്കൻ, മിടുക്കർ, മിടുക്കന്മാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഏകവചനങ്ങളും ബഹുവചനങ്ങളും നിർമ്മിക്കാൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത്രയുമാണ് നാമഭാഗത്ത്. ഒരുപാട് ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കുറിപ്പുകളൊക്കെ നിങ്ങൾ DLന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് കൃതിയാണ്. ഒരു വസ്തു ഇന്ന വിധത്തിലായിരിക്കുന്നുവോ ഒരു പ്രവൃത്തി ചെയ്യുന്നുവെന്നോ സൂചിപ്പിക്കുന്ന ക്രിയാപദത്തെയാണ് കൃതി എന്ന് പറയുന്നത്. ഒരു വസ്തു ഇന്ന വിധത്തിലായിരിക്കുന്നുവെന്നോ ഒരു പ്രവൃത്തി ചെയ്യുന്നുവെന്നോ സൂചിപ്പിക്കുന്ന ക്രിയാപദമാണ് കൃതി. ഒരു വസ്തു ഇന്ന വിധത്തിൽ ഇരിക്കുന്നുവെന്നോ ഒരു പ്രവൃത്തി ചെയ്യുന്നുവെന്നോ സൂചിപ്പിക്കുന്ന ക്രിയാപദമാണ് കൃതി എന്നുള്ളത് ഓർത്തിരിക്കുക. ക്രിയകളെ പൊതുവെ താഴെ കാണുന്ന രീതികൾ തരംതിരിക്കാം. അപ്പൊ നമുക്ക് ക്രിയകളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. സകർമ്മകം, അകർമ്മകം. സകർമ്മകവും അകർമ്മകവും എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രിയയെ ആദ്യമായിട്ട് തിരിക്കാം. കർമ്മം ഇല്ലാത്ത ക്രിയകൾ അകർമ്മക ക്രിയകളാണ്. കർമ്മം ഇല്ലാത്ത ക്രിയകൾ അകർമ്മക ക്രിയകൾ എന്ന് പറയുന്നു. ഉറങ്ങുക, കുടിക്കുക എന്നുള്ളതൊക്കെ അതിന് ഉദാഹരണമാണ്. കർമ്മം ഉള്ളവ സകർമ്മക ക്രിയകൾ എന്നാണ് പറയുക. കർമ്മം ഉള്ളവയെ സകർമ്മ ക്രിയകൾ എന്ന് പറയുന്നു. കുടിക്കുക, മുറിക്കുക, എഴുതുകയൊക്കെ സകർമ്മക ക്രിയകളാണ്. ഒന്നുകൂടെ നോക്കാം. ക്രിയകളെ ആദ്യമായിട്ട് തരംതിരിച്ചിരിക്കുന്നത് സകർമ്മകമെന്നും അകർമ്മകമെന്നുമാണ്. കർമ്മം ഇല്ലാത്ത ക്രിയകളാണ് അകർമ്മക ക്രിയകൾ എന്ന് പറയുന്നത്. കർമ്മം ഉള്ളവയെ സകർമ്മക ക്രിയകൾ എന്ന് പറയുന്നു. ഇനി
അടുത്ത നമ്മുടെ ക്രിയയെ തരംതിരിച്ചിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് കേവലം പ്രയോജകം. പ്രേരണാർത്ഥം വരാത്ത ക്രിയകൾ കേവല ക്രിയയാണ്. പ്രേരണാർത്ഥം വരാത്ത ക്രിയകൾ എന്ന് വെച്ചാൽ ഒരാൾ പ്രേരണ ഒരു സപ്പോർട്ട് തരാതെ ചെയ്യുന്ന ക്രിയകൾ കേവല ക്രിയകൾ. ഓടുന്നു, നടക്കുന്നു എന്നുള്ളതൊക്കെ ഈ കേവല ക്രിയകൾക്ക് ഉദാഹരണമാണ്. പ്രേരണാർത്ഥം വരുന്ന ക്രിയകൾ പ്രയോജക ക്രിയകൾ എന്നറിയപ്പെടുന്നു. പ്രേരണാർത്ഥം വരുന്ന ക്രിയകളെയാണ് നമ്മൾ പ്രയോജക ക്രിയകൾ എന്ന് പറയാ. അതിനൊരു ഫോഴ്സ് ഉണ്ടാവും. തീറ്റുന്നു, ഉറക്കുന്നു, അതൊക്കെ ആരോ ചെയ്യുന്ന ഒരു പ്രേരണയാൽ ചെയ്യുന്നത് കൊണ്ട് അതിനെ പ്രേരണാർത്ഥം ചെയ്യുന്ന ക്രിയയെ നമ്മൾ പ്രയോജക ക്രിയകൾ എന്നാണ് പറയുക. ഇനി മറ്റൊരു തരത്തിലുള്ള തരംതിരിപ്പാണ് കാരിതവും അകാരിതവും. കേവല ക്രിയയിൽ ഉപ്പു എന്നു ചേർന്നു വരുന്ന ക്രിയകൾക്ക് കാരിതക്രിയ എന്ന് പറയുന്നു. അപ്പോ നമ്മുടെ നേരത്തെ പറഞ്ഞ കേവല ക്രിയയിൽ പു എന്നുള്ളത് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാരിതക്രിയ എന്ന് പറയുന്നു. കേവല ക്രിയയിൽ പു വരുന്നുണ്ടെങ്കിൽ കാരിതക്രിയ എന്ന് പറയുന്നു. അതിന്റെ ഉദാഹരണമാണ് കേൾക്കുന്നു, പറക്കുന്നു, ഇടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനി കേവല ക്രിയയിൽ ഉപ്പു ആവശ്യമില്ലാത്ത ക്രിയകളെ അകാരിത ക്രിയകൾ എന്ന് പറയുന്നു. കേവല ക്രിയയില് ഉപ്പു ആവശ്യമില്ലാത്ത ക്രിയകളെ അകാരിത ക്രിയകൾ എന്നാണ് പറയുക എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തത് മുറ്റുവിനയും പറ്റുവിനയുമാണ്. അന്വയിക്കുമ്പോൾ മറ്റു പദങ്ങൾക്കു കീഴടങ്ങാതെ ആശ്രയിക്കാതെ നിൽക്കുന്ന ക്രിയയാണ് മുറ്റുവിന. അന്വയിക്കുമ്പോൾ മറ്റു പദങ്ങൾക്ക് കീഴടങ്ങാതെ അല്ലെങ്കിൽ ആശ്രയിക്കാതെ നിൽക്കുന്ന ക്രിയയാണ് മുറ്റുവിന എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. അതിന് ഉദാഹരണമാണ് ചെയ്യുന്നു, ഉണ്ടു, പോകണം എന്നിവയൊക്കെ. അന്വയിക്കുമ്പോൾ മറ്റു പദങ്ങൾക്ക് കീഴടക്കുന്ന ക്രിയ പറ്റുവിന എന്നാണ് പറയുക. ചെയ്യുന്ന, പറയുന്ന, പോകുന്ന എന്നുള്ളതൊക്കെ ഈ ഒരു പറ്റുവിനയ്ക്ക് ഉദാഹരണമാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി പറ്റുവിനയെ പേരച്ചം, വിനയച്ചം എന്നും നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒരു നാമത്തിനു കീഴടങ്ങുന്ന പറ്റുവിനയെ നമ്മൾ പേരച്ചം എന്ന് പറയും. ഒരു ക്രിയയ്ക്ക് കീഴടങ്ങുന്ന പറ്റുവിനയെ നമ്മൾ വിനയച്ചം എന്ന് പറയും. അപ്പൊ നമുക്ക് പറ്റുവിനയെ എന്താക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് പേരച്ചം, മറ്റേതാണ് വിനയച്ചം. ഒരു നാമത്തിന് കീഴടങ്ങുന്ന പറ്റുവിനെയാണ് പേരച്ചം. ഒരു ക്രിയയ്ക്ക് കീഴടങ്ങുന്ന പറ്റുവിനെയാണ് വിനയച്ചം എന്നുള്ളതും കൂടെ അവിടെ തിരിച്ചറിയാം. മലയാളത്തിലെ ക്രിയാവിഭാഗങ്ങളുടെ സ്ലൈഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു DLEDന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ പരിശോധിച്ച് മെച്ചപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇന്നലെ വീട്ടിൽ വരും. നാളെ ലോകകപ്പ് ഫൈനൽ മത്സരം നടന്നു. ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടന്നു. അത് കുറെ വാക്കുകൾ തെറ്റുണ്ട്. നമുക്കറിയാം അച്ഛൻ ഇന്നലെ വീട്ടിൽ വന്നു എന്നാണ് പറയാ. നാളെ ലോകകപ്പ് ഫൈനൽ നടക്കും എന്നാണ് പറയാ. ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. വാക്യങ്ങളുടെ പിഴവുകൾ എന്തായിരുന്നു എന്ന് അവിടെ ചോദിച്ചിട്ടുണ്ട്. സമയഭേദം, കാലഭേദം കാണിക്കാൻ ക്രിയയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണ സഹിതം പൊതുവായി അവതരിപ്പിച്ച് ചർച്ച ചെയ്യാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഭേദകം എന്നുള്ളത്. ഭേദകം എന്നാൽ ഭേദിക്കുന്നത് അഥവാ വിശേഷിപ്പിക്കുന്നത് എന്ന് അർത്ഥം കൽപ്പിക്കാം. അപ്പൊ ഭേദകത്തിന്റെ അർത്ഥം ഭേദിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് എന്നാണ്. ഭേദകം എന്നാൽ ഭേദിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത്. അതിനാൽ ഭേദകത്തിന് വിശേഷണം എന്നും നമുക്ക് പറയാം. ഭേദകത്തിന് എന്തു പറയാം? വിശേഷണം എന്നുകൂടി നമുക്ക് പറയാം. നാമത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തിന് നാമവിശേഷണം എന്നും ക്രിയയെ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തിന് ക്രിയാവിശേഷണം എന്നും പറയും. നാമത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തിന് നമ്മൾ എന്താ പറയാ? നാമവിശേഷണം എന്ന് പറയും. ക്രിയയെ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തിന് നമ്മൾ എന്തു പറയും? ക്രിയാവിശേഷണം എന്നും പറയും. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് നാമവിശേഷണം, ക്രിയാവിശേഷണം എന്നിവ കണ്ടെത്തി എഴുതാനായിട്ട് ഒരു പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. അതില് ചെയ്യാനുള്ളത് ചെയ്യാം. താഴെ തന്നിട്ടുള്ള വാക്യങ്ങളിൽ ഉചിതമായ പ്രത്യയങ്ങൾ ചേർത്ത് പൂരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പൂരിപ്പിച്ച പ്രത്യയങ്ങൾ ഏതെല്ലാമെന്ന് അത് പൊതുവായിട്ട് അവതരിപ്പിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും പദങ്ങളോട് ചേർന്നു നിൽക്കുമ്പോൾ അർത്ഥവ്യക്തത വരുന്നതുമായ ശബ്ദങ്ങളാണ് പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും
പദങ്ങളോട് ചേർന്നു നിൽക്കുമ്പോൾ അർത്ഥവ്യക്തത വരുന്നതുമായ ശബ്ദങ്ങളാണ് പ്രത്യയങ്ങൾ. ഒറ്റയ്ക്കു നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും പദങ്ങളോട് ചേർന്നു നിൽക്കുമ്പോൾ അർത്ഥവ്യക്തത വരുന്നതുമായ ശബ്ദങ്ങളാണ് പ്രത്യയങ്ങൾ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾ പ്രത്യയം ചേർത്ത പദം ഏതു വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യയം ചേർത്ത പദത്തിനു ശേഷം വരുന്ന പദങ്ങൾ ഏതു വിഭാഗത്തിലാണ് പെടുക? നാമപദവും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതിനായി ഉപയോഗിച്ച പ്രത്യയം ഏതാണ്? ഇത്തരം പ്രത്യയങ്ങൾ ചേർത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചർച്ചകൾക്ക് സഹായകമായിട്ട് താഴെ തന്നിട്ടുള്ള കുറിപ്പ് വായിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് വിഭക്തി പ്രകരണം എന്നാണ് ആ ഭാഗം കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മറ്റു പദങ്ങളുമായുള്ള സംബന്ധത്തെ കുറിക്കുന്നതിനായി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾക്കാണ് വിഭക്തി എന്ന് പറയുന്നത്. 7 വിഭക്തികളാണുള്ളത്. അപ്പോ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിനായിട്ട് നാമങ്ങളിൽ ചേർക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്തു പറയാ? വിഭക്തി എന്ന് പറയാ. ഇത് 7 എണ്ണാണുള്ളത്. നിപ്രസം, ഉപ്രസം, ആ എന്ന രീതിയിൽ നമുക്ക് ആ 7 എണ്ണത്തിന്റെ ആദ്യത്തെ വാക്കുകൾ ഓർത്തു വെക്കാം. അപ്പോ അതിൽ ഓരോന്നും ഓരോ വിഭക്തി വരുമ്പോഴും അതിന് ചേർക്കുന്ന പ്രത്യയം എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നിർദ്ദേശിക വിഭക്തി വരുമ്പോൾ ഇല്ല എന്ന പ്രത്യയം ചേർക്കും. പ്രതിഗ്രാഹിക വരുമ്പോൾ എ എന്ന് ചേർക്കും. സംയോജിക ഓട് എന്ന് ചേർക്കും. ഉദ്ദേശിക ക്ക് ന് എന്ന് ചേർക്കും. പ്രയോജിക അല്ലെന്ന് ചേർക്കും. സംബന്ധിക ഉടേന്ന് ചേർക്കും. ആധാരിക ഇൽ കൽ എന്നാണ് ചേർക്കുക. ഒന്നൊഴികെ എല്ലാ വിഭക്തികളും നാമങ്ങളും ക്രിയകളും തമ്മിലുള്ള ബന്ധം കാണിക്കുമ്പോൾ ഒരു വിഭക്തി മാത്രം നാമത്തിന് നാമവുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നുണ്ട്. മുകളിൽ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് ആ വിഭക്തി ഏതാണെന്ന് കണ്ടെത്താൻ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സമാസമാണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. സമാസം എന്നാൽ എന്ത്? സമാസിക്കുക എന്നാൽ കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം. അപ്പോ സമാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് അർത്ഥം. താഴെ തന്നിരിക്കുന്ന പദജോഡികളിലെ പ്രത്യേകതകൾ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വരുന്നത്: നദിയുടെ തീരം, നദീതീരം; പശുവിന്റെ കുട്ടി, പശുക്കുട്ടി; ചേങ്കിലയുടെ മുഴക്കം, ചേങ്കില മുഴക്കം; മാനസമാകുന്ന മന്ദിരം, മാനസമന്ദിരം; ഹോമത്തിനുള്ള പുര, ഹോമപ്പുര; യന്ത്രങ്ങളെ കുറിച്ചുള്ള പ്രാന്ത്, യന്ത്രപ്രാന്ത്; മനസ്സിന്റെ കരുത്ത്, മനക്കരുത്ത്. ഇത്തരത്തിൽ പദങ്ങൾ ചേർത്തെഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രയോഗഭംഗി കൂടുതൽ ഏതിനാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അർത്ഥത്തിന് കൂടുതൽ കൃത്യത വരുന്നത് എപ്പോഴാണ് എന്നുള്ളത് കൂടെ അവിടെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിഭക്തി പ്രത്യയങ്ങളുടെ സഹായം കൂടാതെ ശബ്ദങ്ങൾ ചേർത്തെഴുതുന്നതിനാണ് സമാസം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട വിഭക്തി പ്രത്യയങ്ങളുടെ സഹായം കൂടാതെ ശബ്ദങ്ങളെ ചേർത്തെഴുതുന്നതിനാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. സമാസിച്ചെഴുതുമ്പോൾ മുന്നിലുള്ള പദത്തിന് പൂർവ്വപദമെന്നും പിന്നിലുള്ള പദത്തിന് ഉത്തരപദമെന്നും പറയുന്നു. സമാസിച്ചെഴുതുമ്പോൾ മുന്നിലുള്ള പദത്തിന് നമ്മൾ പൂർവ്വപദമെന്നും പറയുന്നു, പിന്നിലുള്ള പദത്തിന് ഉത്തരപദമെന്നും പറയുന്നു. ചേർത്തെഴുതിയ പദത്തിന് സമസ്തപദം എന്നും പറയുന്നു. അപ്പോ സമാസിച്ചെഴുതുമ്പോൾ നമ്മൾ മുന്നിലുള്ള പദത്തിന് എന്താ പറയാ? പൂർവ്വപദം എന്ന് പറയും. പിന്നിലുള്ള പദത്തിന് ഉത്തരപദം എന്ന് പറയുന്നു. ചേർത്തെഴുതിയ പദത്തിന് സമസ്തപദം എന്നാണ് പറയുന്നത്. ചേർത്തെഴുതിയിട്ടുള്ള പദത്തെ നമ്മൾ സമസ്തപദം എന്നാണ് പറയുന്നത്. സമസ്തപദങ്ങളെ പ്രത്യയങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെഴുതുന്നതിനെ വിഗ്രഹിക്കുക എന്നാണ് പറയുന്നത്. സമസ്തപദങ്ങളെ പ്രത്യയങ്ങൾ ഉപയോഗിച്ച് വികസിച്ചെഴുതുന്നതിന് വിഗ്രഹിക്കുക എന്നാണ് പറയാം. സമസ്തപദങ്ങളെ പ്രത്യയങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെഴുതുന്നതിന് നമ്മൾ വിഗ്രഹിക്കുക എന്നാണ് പറയാം. ഇത്തരത്തിൽ പദങ്ങൾ ചേർത്തെഴുതുന്നതും വിഗ്രഹിച്ചെഴുതുന്നതും എന്തിനാണ് എന്നുകൂടി അവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ പറയാണ്. പദങ്ങളുടെ അർത്ഥത്തിൽ ഉണ്ടാകുന്ന ആശങ്ക ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ വിഗ്രഹിച്ചെഴുതലും കൂട്ടിയെഴുതലും ഉണ്ട്. കറുത്ത പശുവിന്റെ കുട്ടി, ഇവിടെ സ്വാഭാവികമായ സംശയം പശുവാണോ കുട്ടിയാണോ കറുത്തത് എന്നാണ്. എന്നാൽ അവ ചേർത്ത് കറുത്ത പശുക്കുട്ടി എന്നെഴുതുമ്പോൾ ആ സംശയം നമുക്ക് മാറിക്കിട്ടും. പിന്നെ പദത്തിന് കൂടുതൽ ഗ്രാമീണം
ഗാംഭീര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ വിഗ്രഹിക്കലും കൂട്ടിച്ചേർത്തും ഉപയോഗിക്കും. ചേങ്കിലയുടെ മുഴക്കം എന്നതിനേക്കാൾ ഗാംഭീര്യം ലഭിക്കുന്നത് ചേങ്കില മുഴക്കം എന്ന് പ്രയോഗിക്കുമ്പോഴാണ്. പിന്നെ പദത്തിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയും നമ്മൾ ഇത്തരത്തിൽ വിഗ്രഹിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യും. മാനസമാകുന്ന മന്ദിരം, മാനസമന്ദിരം. ഇനി ഘടകപദങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് സമാസങ്ങളെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഘടകപദങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് സമാസങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. തൽപുരുഷ സമാസം ഉത്തര പദാർത്ഥ പ്രധാനം. പദങ്ങൾ സമാസിച്ചെഴുതുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നത് തൽപുരുഷ സമാസമാണ്. പദങ്ങൾ സാമസിച്ചെഴുതുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നത് തൽപുരുഷ സമാസമാണ്. ഉദാഹരണം തലയിലെ വേദന, തലവേദന. ഇനി രണ്ടാമത്തത് ബഹുവ്രീഹി സമാസമാണ്. സമാസിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യം വരുന്നതാണ് ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. താമരയുടെ കണ്ണുകളോട് കൂടിയവൻ താമരക്കണ്ണൻ. ഇവിടത്തെ അർത്ഥം ശ്രീകൃഷ്ണനാണ്. സമാസിക്കുമ്പോൾ അന്യ പദാർത്ഥത്തിന് പ്രാധാന്യം വരുന്നതാണ് ബഹുവ്രീഹി സമാസം എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ടുള്ളത് ദ്വന്ദ്വ സമാസമാണ്. രണ്ട് ഘടകങ്ങൾക്കും തുല്യ പ്രാധാന്യം വരുന്നത് ദ്വന്ദ്വ സമാസമാണ്. രണ്ട് ഘടകങ്ങൾക്കും തുല്യ പ്രാധാന്യം വരുന്നത് ദ്വന്ദ്വ സമാസം. ഉദാഹരണം അച്ഛനമ്മമാർ, അത് അച്ഛനും അമ്മയും. ഇനി ഇവ കൂടാതെ അവ്യയീഭാവ സമാസം, ദ്വിഗു സമാസം എന്നിവയുമുണ്ട്. അവ ഏതാണ്? സംസ്കൃത സമാസങ്ങളാണ് എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കുക. കൂടുതൽ വിശദാംശങ്ങൾക്ക് AR രാജരാജവർമ്മയുടെ കേരള പാണിനീയം എന്ന പുസ്തകം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉപന്യാസം എഴുതുമ്പോൾ കുട്ടികൾക്ക് സാധാരണ സംഭവിക്കാറുള്ള കുറവുകൾ അതെന്തെല്ലാമാണ്? അക്ഷരത്തെറ്റുണ്ടാവും, വാക്യഘടന ശരിയാവുന്നില്ല, ആശയം വ്യക്തമാവുന്നില്ല, ഖണ്ഡികാകരണം നടത്തുവാൻ പ്രയാസപ്പെടുന്നു, ആശയം വ്യക്തമാക്കാത്ത വിധം ശരിയായ ചിഹ്നങ്ങൾ ചേർക്കാനൊന്നും കുട്ടിയെ കഴിയുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഒരു അധ്യാപിക എന്ന നിലയിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എഴുതാനും ക്ലാസ്സിൽ അവതരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. അവ നമുക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾ DLEDന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ഇവിടെ ചിഹ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ചിഹ്നങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൂർണ്ണവിരാമം, അർത്ഥവിരാമം തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥം പല ആളുകൾക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് കൃത്യമായിട്ടൊന്ന് പഠിക്കാം. ഏതൊരു കുറിപ്പും അർത്ഥപൂർണമായിരിക്കണമെന്നത് നിർബന്ധമാണ്. നമ്മൾ ഏതൊരു കാര്യം തയ്യാറാക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് അർത്ഥപൂർണമായിരിക്കണമെന്നത് വളരെ നിർബന്ധമാണ്. അർത്ഥം, ആശയം, വികാരം എന്നിവ വായനക്കാരിലേക്ക് പകരാൻ ഓരോ സന്ദർഭത്തിനും യോജിച്ച ചിഹ്നം നമ്മൾ ചേർക്കുക തന്നെ വേണം. പ്രധാന ചിഹ്നങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കി പോവാം. ഓരോരോ ചിഹ്നങ്ങൾ. ആദ്യത്തേത് ഏതാണ്? പൂർണ്ണവിരാമം. ഒരു വാക്യം പൂർണ്ണമാകുമ്പോഴാണ് നമ്മളത് ചേർക്കുക. പൂർണ്ണമായ നിർത്തലിനെയാണ് ഇത് സൂചിപ്പിക്കുക. പൂർണ്ണവിരാമം ഒരു വാക്യം പൂർണ്ണമാകുമ്പോൾ ചേർക്കുന്നു, പൂർണ്ണമായ നിർത്തലിനെ കാണിക്കുന്നു. രണ്ടാമത്തത് അർത്ഥവിരാമമാണ്. ഒരു വാക്യത്തിൽ രണ്ട് പ്രധാന ആശയങ്ങൾ വരുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ചേർക്കുന്നത്. അങ്കിവാക്യങ്ങളെ വേർതിരിച്ചു കാണിക്കുവാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അർത്ഥവിരാമം ഒരു വാക്യത്തിൽ രണ്ട് പ്രധാന ആശയങ്ങൾ വരുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ചേർക്കുന്നതാണ്. ഇനി അടുത്തത് ഭിത്തിക. സമപ്രധാനമായ രണ്ട് വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നു. ഭിത്തിക സമപ്രധാനമായ രണ്ട് വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നു. ഉദ്ധരണി. രചയിതാവിൻ്റെതല്ലാത്ത മറ്റ് ആരുടെയും സംഭാഷണ ശകലങ്ങൾ എടുത്തെഴുതുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഉദ്ധരണി ഉപയോഗിക്കുക. നമ്മൾ ആ എഴുതുന്ന ആളല്ലാതെ മറ്റൊരാൾ പറയുന്ന കാര്യം നമ്മളെ ഈ ഒരു പട്ടികയിൽ അല്ലെങ്കിൽ ഒരു കുറിപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? ഈ ഉദ്ധരണി ഉപയോഗിച്ച് രേഖപ്പെടുത്താം. അടുത്തതായിട്ട് അല്പവിരാമം അല്ലെങ്കിൽ അങ്കുശം. നമ്മളൊരു കോമ ഇടുന്നത്. ഒന്നിലധികം നാമങ്ങൾ, വസ്തുക്കൾ എന്നിവ പറയുമ്പോൾ അല്പമായ നിർത്തലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അല്പവിരാമം ചേർക്കുക.
ഒന്നിലധികം നാമങ്ങൾ, വസ്തുക്കൾ എന്നിവ പറയുമ്പോൾ അല്പമായ നിർത്തലിനെ കാണിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു അല്പവിരാമം ഉപയോഗിക്കുക. കാക്കു ചോദ്യവാക്യങ്ങൾക്കൊടുവിൽ ചേർക്കുന്നതാണ് ഈ ഒരു ചിഹ്നം. കാക്കു ചോദ്യവാക്കുകളിൽ വാക്യങ്ങൾക്കൊടുവിൽ ചേർക്കുന്നതാണ് ഈ ഒരു ചോദ്യചിഹ്നം. അടുത്തതായിട്ടുള്ളത് ആശ്ചര്യചിഹ്നമാണ്. അവിശ്വസനീയമായ, അത്ഭുതകരമായ ആശയങ്ങൾ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾക്കൊടുവിൽ ചേർക്കുന്നത്. ആശ്ചര്യചിഹ്നം അവിശ്വസനീയമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ആശയങ്ങൾ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾക്കൊടുവിൽ ചേർക്കുന്നതാണ്. അടുത്തത് ശൃംഖലയാണ്. ശൃംഖല ഒരു പദത്തെ മുറിച്ച് 2 വരികളിലായി എഴുതുമ്പോൾ ചേർക്കുന്നതാണ് ശൃംഖല. ഒരു പദത്തെ മുറിച്ച് 2 വരികളിലായി എഴുതുമ്പോൾ നമ്മൾ ശൃംഖല ഉപയോഗിക്കും. രേഖ സംക്ഷേപിച്ചു പറഞ്ഞതിനെ വിവരിക്കുമ്പോഴാണ് നമ്മൾ രേഖ ഉപയോഗിക്കുക. സംക്ഷേപിച്ചു പറഞ്ഞതിനെ വിവരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രേഖ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഖണ്ഡികാകരണം എന്നുള്ള ഭാഗത്തേക്ക് നോക്കുകയാണ് അടുത്തത്. ചിഹ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എളുപ്പമായിട്ടുള്ള ഭാഗമാണ് ചിഹ്നങ്ങൾ. ആ ഗ്രാമർ പാർട്ടാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് സംശയങ്ങളും ഡൗട്ടുകളും, അത് കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് കൂടുതൽ ഡൗട്ടൊക്കെ വരാനൊരു സാധ്യത ഉണ്ടാവുക. ഖണ്ഡികാകരണം നമുക്കൊന്ന് പറയാം. കുട്ടികൾക്ക് പ്രയാസം നേരിടുന്ന ഒരു മേഖലയാണ് ഖണ്ഡികാകരണം. ചിലർ ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ ഖണ്ഡികയായി എഴുതുന്നു. ചില കുട്ടികൾ എങ്ങനെ ഒരു ഖണ്ഡിക എഴുതാൻ പറഞ്ഞാൽ അവർ ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യും? അതൊരൊറ്റ ഖണ്ഡികയായി എഴുതും. ചിലർ 5ഓ 6ഓ വാക്യം കഴിയുമ്പോൾ അടുത്ത ഖണ്ഡിക എഴുതാൻ തുടങ്ങുന്നു. അപ്പോ ചിലവർ എന്ത് ചെയ്യും? 5ഉം 6ഉം വാക്യം കഴിയുമ്പോൾ അടുത്ത ഖണ്ഡിക എഴുതും. ഇവ രണ്ടും ശരിയല്ല. ഇവ രണ്ടും ഇങ്ങനെ ഖണ്ഡിക എഴുതുന്നത് ശരിയല്ല. ഓരോ ഖണ്ഡികയിലും ഓരോ പ്രധാന ആശയമാണ് വരേണ്ടത്. ഓരോ ഖണ്ഡികയിലും എന്താ വേണ്ടത്? ഓരോ പ്രധാന ആശയമാണ് വരേണ്ടത്. അതിനായി ചില പരിശീലനങ്ങൾ കുട്ടികൾക്ക് നൽകുക തന്നെ വേണം. അതിനായിട്ട് എന്ത് ചെയ്യണം? കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകണം. ഉദാഹരണമായി വാഹനാപകടങ്ങളുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. വാഹനാപകടങ്ങളുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുകയാണെന്ന് കരുതുക. കാരണങ്ങളുടെ ഒരു പട്ടിക ആദ്യം മനസ്സിൽ തയ്യാറാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആമുഖത്തിൽ തന്നെ നമുക്കത് ചേർക്കാം. കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അശ്രദ്ധയുണ്ടാവും, റോഡ് നിയമങ്ങൾ പാലിക്കാതിരിക്കൽ ഉണ്ടാവും, കാൽനട യാത്രക്കാർ, മദ്യപിച്ച് വാഹനം ഓടിക്കൽ, നിയമങ്ങൾ പാലിക്കാതെയുള്ള വാഹനം ഓടിക്കൽ, റോഡുകളുടെ അവസ്ഥ, പരിഹാര മാർഗങ്ങൾ. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ഓരോ ആശയവും തീരുന്ന മുറയ്ക്ക് അടുത്ത ആശയവുമായി ബന്ധപ്പെട്ട ഖണ്ഡിക നമുക്ക് തുടങ്ങാം. ഇത്തരത്തിൽ പരിശീലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഖണ്ഡികാകരണത്തിൽ വരുന്ന പ്രയാസങ്ങൾ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇനി എഡിറ്റിംഗ്, മെച്ചപ്പെടുത്തൽ എന്ന ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. സ്വന്തം രചനകളായാലും കുട്ടികളുടെ രചനകളായാലും സ്വയം മെച്ചപ്പെടുത്താനുള്ള കഴിവിനോടൊപ്പം മറ്റുള്ള രചനകൾ മെച്ചപ്പെടുത്താനുള്ള കഴിവും ഓരോ വ്യക്തിയും നേടിയിരിക്കണം. മെച്ചപ്പെടുത്തൽ പല തലത്തിലുമുണ്ട്. അതിലൊന്നാമത്തത് അക്ഷരതലത്തിലാണ്. കുട്ടികൾ വരുത്തുന്ന അക്ഷരത്തെറ്റുകളാണ് ഒന്നാമത്തേത്. ക്ലാസ്സിൽ പൊതുവായി വരുന്ന തെറ്റുകൾ അധ്യാപിക ശരിയായ പദം ബോർഡിൽ എഴുതിയോ മറ്റു കുട്ടിയുടെ സഹായത്താലോ മെച്ചപ്പെടുത്താം. കൂടുതൽ കുട്ടികൾ തെറ്റു വരുത്തുന്നുണ്ടെങ്കിൽ അവയുടെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പദത്തെക്കുറിച്ചുള്ള ധാരണക്കുറവ്, ഉച്ചാരണശീലത്തിന്റെ വ്യത്യാസം, പ്രാദേശിക പ്രയോഗത്തിന്റെ സ്വാധീനം എന്നിവയൊക്കെ തന്നെ ഈ ഒരു അക്ഷരതലത്തിലെ തെറ്റുകൾക്ക്, പൊതുവായിട്ടുള്ള തെറ്റുകൾക്ക് കാരണമാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. രണ്ടാമത്തത് പദതലമാണ്. ശരിയായ പദം ഉപയോഗിക്കാൻ കഴിയാതിരിക്കൽ, അർത്ഥപരമായി വ്യത്യാസമുള്ള പദങ്ങൾ ഉപയോഗിക്കൽ. ക്ലാസ്സിൽ പൊതുവായി ചർച്ച ചെയ്തതും കുട്ടികളുമായി നേരിട്ട് സംസാരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും. അടുത്തതായിട്ടുള്ള വാക്യതലമാണ്. വാക്യഘടന പാലിക്കാതെയുള്ള രചനകളാണ് ഇവിടെ വരിക. വാക്യം ശരിയാക്കുക മാത്രമല്ല മെച്ചപ്പെടുത്തുന്ന വ്യക്തി ചെയ്യേണ്ടി വരിക. വാക്യത്തിലെ പദങ്ങളുടെ ഘടന മാറ്റാം, ആവശ്യമെങ്കിൽ പുതിയ പദങ്ങൾ ചേർക്കാം, ചില പദങ്ങൾ ഒഴിവാക്കി കളയാം. ഇത്തരത്തിൽ വാക്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ്
വാക്യതലത്തിലെ മെച്ചപ്പെടുത്തൽ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ എഴുത്തില് നോക്കി, ഇനി ആശയതലത്തിലെ മെച്ചപ്പെടുത്തലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആശയങ്ങൾ ഏറ്റവും കുറഞ്ഞ വാക്യങ്ങളിൽ വായനക്കാരന്റെ മനസ്സിൽ തറപ്പിക്കുക എന്നതാണ് ഏതൊരു കുറിപ്പിന്റെയും ലക്ഷ്യം. ആശയങ്ങള് ഏറ്റവും കുറഞ്ഞ വാക്യങ്ങളിൽ വായനക്കാരന്റെ മനസ്സിൽ തറപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനായി ആശയതലത്തിൽ മെച്ചപ്പെടുത്തൽ വേണ്ടിവരും. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആശയതലത്തിലെ മെച്ചപ്പെടുത്തൽ വേണ്ടിയിട്ട് വരും. വാക്യങ്ങൾ സ്ഥാനം മാറ്റൽ, ചില വാക്യങ്ങൾ ഒഴിവാക്കൽ, പുതിയ വാക്യങ്ങൾ, പദങ്ങൾ എന്നിവ ചേർക്കൽ എന്നിവയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആശയത്തെ ശക്തിപ്പെടുത്താം. ഒരു അധ്യാപിക ചെയ്ത പ്രവർത്തനം നമുക്ക് നോക്കാം. ക്ലാസ്സിലെ വൈവിധ്യമാർന്ന ചർച്ചകൾക്ക് ശേഷം അധ്യാപിക കുട്ടികൾക്ക് വ്യക്തിഗതമായി കവിത രചിക്കാനുള്ള അവസരം നൽകി. മഴക്കാലവുമായി ബന്ധപ്പെട്ട കവിതയാണ് എഴുതേണ്ടത്. ഒരു കുട്ടി എഴുതിയത് ഇപ്രകാരമായിരുന്നു: എല്ലാ പുഴയും കരകവിഞ്ഞു, എല്ലാ വയലും കതിരണിഞ്ഞു. അധ്യാപിക മെച്ചപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: പുഴയായ പുഴയെല്ലാം കരകവിഞ്ഞു, വയലായ വയലെല്ലാം കതിരണിഞ്ഞു. ഇവിടെ വരികൾക്കുണ്ടായ മാറ്റം എന്താണ്? പലരും ചെയ്യുന്നത് പോലെ അക്ഷര പദതലങ്ങളിലെ തെറ്റുകൾ കേവലമായി തിരുത്തലല്ല എഡിറ്റിംഗ് അഥവാ മെച്ചപ്പെടുത്തലാണ് എഡിറ്റിംഗ് ആയിട്ട് നമുക്ക് കാണേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒരു അധ്യാപിക എന്ന നിലയിൽ എഡിറ്റിങ്ങിനായി നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് കുറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ പൊതുവായി അത് അവതരിപ്പിക്കുക കൂടി ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരുടെ രചനകൾ ഈ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മെച്ചപ്പെടുത്തി നോക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട പ്രതിഫലനങ്ങളും തിരിച്ചറിവുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് അതിനുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. ഈ യൂണിറ്റിൽ നിങ്ങൾക്കുണ്ടായ ധാരണകളും തിരിച്ചറിവുകളും അതൊരു വിലയിരുത്തൽ സൂചികയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നോക്കുക. അടുത്ത ഭാഗത്ത് നമ്മൾ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഈ ഒരു പാഠഭാഗത്ത് ഗ്രാമർ പാർട്ടുകളാണ്. അത് എടുക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയേണ്ടി വരും. പരീക്ഷയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി മാത്രം വളരെ വേഗത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞു പോവാണ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് മറ്റൊരു ദിവസം ഗ്രാമറിൽ ഓരോരോ ഭാഗങ്ങളും ചർച്ച ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.